1 second. ഞാൻ ഓഫ് ചെയ്തേക്കും. ഓക്കെ, ഒരു സെക്കൻഡ് ഞാനിവിടെ ചെയ്താലേ വരുത്തുള്ളൂ. ആളുകള് ഇപ്പൊ ചെയ്തോളൂ. ആളുകൾ ആവശ്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ചെയ്ത് വെച്ചു. വരുന്നില്ലേ? ഒരു സെക്കൻഡ്, ഞാൻ ഇവിടുന്ന് ഒരു സിഗ്നൽ വരും, അന്നേരം ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം. വരുന്നില്ലേ? ജയ മസീ. ജയ മസീ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. प्रभु यीशु मसीह की पवित्र नाम में आज शाम के समय पर सबको जय मसीह कहता हूं. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി ദൈവത്തിന് സാക്ഷ്യവുമായി ദൈവസന്നിധിയിൽ നിൽപ്പാൻ, നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. प्रभु के वचन को लेकर एक बार और परमेश्वर की चरणों में होने के लिए सर्वशक्तिमान ने मेरे जीवन में दिया सुलभ अवसर के लिए मैं प्रभु को धन्यवाद करता हूं. ഇത്തരത്തിലൊരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി, സഭയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ये अवसर दिया हुआ प्रभु की कलीसिया के लिए मैं विशेष करके धन्यवाद करता हूं. എന്റെ ചെറുപ്പകാലം മുതൽ കർത്താവിന്റെ ദാസനുമായിട്ട് അടുത്ത് പരിചയപ്പെടുവാൻ, ഒരു ജ്യേഷ്ഠ സഹോദരന് തുല്യം ഇടപഴകുവാനും, നിങ്ങളുടെ ദേശത്ത് ഒരിക്കൽ കടന്നു വന്ന് ദൈവത്തിന്റെ സാക്ഷിയായി തീരുവാനും എളിവന് ദൈവം ജീവിതത്തിൽ ഭാഗ്യം നൽകി. मेरे बचपन अवस्था से छोटे अवस्था से मेरे को प्रभु की दास के साथ अच्छे से सौभाग्यता करने के लिए, एक बड़े भाई की नाते उनके साथ व्यवहार करने के लिए परमेश्वर ने अवसर दिया. उससे बढ़कर मैं आपका रेडकोट में भी आकर प्रभु के पास एक अच्छे गवाह बनने के लिए मुझे अवसर मिला. കർത്താവിന്റെ ദാസനിലൂടെ ദൈവം ചെയ്യുന്ന, ചർച്ചിലൂടെ ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയിട്ടുന്നു. प्रभु की सेवकाई में प्रभु जो उन्नतियां कर रहा है, हर एक बातों के लिए मैं प्रभु को धन्यवाद करता हूँ. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഹൃദയമായി സംസാരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. आज प्रभु आप लोग एक एक लोगों से व्यक्तिगत रूप से बात करेगा करके मैं पूर्ण रूप से विश्वास करता हूँ. ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. आज का वचन की मनन के लिए मैं 41वां यशायाह नबी का 41वां किताब उसका 14 वचन 13-ാമത്തെ വാക്യം. 13 वचन. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. क्योंकि मैं तेरा परमेश्वर यहोवा तेरा दाहिने हाथ पकड़कर कहूंगा, मत डर, मैं तेरी सहायता करूंगा. ഈ വാക്യത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ये वचन के लिए हम अपनी हाथ उठाकर परमेश्वर को धन्यवाद करेंगे. അവൻ 10-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ശക്തമായിട്ട് ദൈവജനത്തോട് ദൂത് അറിയിക്കുവാൻ തക്കവണ്ണം യെശയ്യാ പ്രവാചകനെ ദൈവം ബലപ്പെടുത്തുകയാണ്. इसका वचन के अंदर प्रभु यशायाह नबी के द्वारा लोगों को गवाही वचन सुनाने के लिए, प्रभु की वाणी सुनाने के लिए उनको अभिषेक कर रहा है. ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ദൈവം ഓർപ്പിച്ച ചില ചിന്തകൾ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് നൽകിയ ചില ചിന്തകൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. प्रभु की आत्मा मुझे दिया हुआ कुछ एक हालेलुया संदेश मैं आपको हालेलुया आपके हाथों में देना चाहता हूँ. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയിൽ ആമേൻ നിങ്ങളുടെ ജീവിതങ്ങൾക്ക്, നിങ്ങളുടെ ഭവനങ്ങൾക്ക്, ആമേൻ വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതലായി പരിണമിക്കും ഈ വേദഭാഗങ്ങൾ. मैं पूर्ण रूप से ये विश्वास करता हूँ आज का संदेश आपका जीवन में बहुत बड़ा हालेलुया अभिषेक का और छुटकारे का कारण होगा करके मैं पूर्ण रूप से विश्वास करता हूँ. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. जो विश्वास करने वाला एक बार और अपने हाथ उठाकर प्रभु को धन्यवाद करेंगे. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാരഗ്രാഫ് 41-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മുതലാണ് ആ പാരഗ്രാഫ് ആരംഭിക്കുന്നത്. उसका 8वां वचन से हालेलुया वो अध्याय का जो खंड वो पासे शुरू होता है. അതിന്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, हे मेरा दास इस्राएल, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, मैंने चुना हुआ ये याकूब, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, मेरा दोस्त अब्राहम का संतान. ദൈവം
യാക്കോബിനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അരുളപ്പാട് അറിയിക്കുമ്പോൾ അബ്രഹാമിനോട് അവൻ അരുളി ചെയ്ത വചനങ്ങൾ ഓർത്ത് ഇസ്രായേലിനോട് പറയുകയാണ്, എന്റെ സ്നേഹിതനായ अब्राहमिന്റെ സന്തതിയെ. हालेलुया। अब्राहम को द्वारा बुलाया हुआ संतान का इस्राएल लोगों को जब यीशु परमेश्वर जब वचन देते हैं, उन लोगों को कह रहा है, हे मेरे दोस्त अब्राहम के संतान. ആ വാക്യം വായിച്ചപ്പോൾ അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഒരു ഇന്റിമസി എത്രത്തോളം ഉണ്ടെന്ന് ആ വാക്യത്തിന്റെ ആഴത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു കർത്താവ്. हालेलुया। जब वो वचन जब पढ़ा था, वो वचन को पढ़ने से ये हमको प्रकाश करते हैं प्रभु का परमेश्वर और अब्राहम के बीच में कितनी बड़ी और गहरा रिश्ता है करके हमको पहचान सकता है. എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, मेरे दोस्त अब्राहम का संतानों. ദൈവം ചില കാര്യങ്ങൾ അവിടെ ഓർപ്പിച്ചുണർത്തുകയാണ് നമ്മോട്. वहां कुछ एक बात परमेश्वर हमको याद दिला रहा है. ഒന്നാമത്തെ കാര്യം പറയുന്നു, നീ എന്റെ ദാസനാണ്. पहली बात बोलता है, तू मेरा दास है. ഹല്ലേലൂയ. आमीन. നാം ഓരോരുത്തരും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ദാസന്മാരാണ്. हम लोग हर एक लोग चुने हुए लोग हैं और प्रभु की संतान है, प्रभु की दास लोग है. അവിടെ പറയുന്നു എങ്ങനെയാണ് ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. वहां याकूब को किस तरीके से प्रभु ने चुना करके वहां लिखा हुआ है, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു. मैं तुमको हालेलुया चुना हुआ है. നിരസിച്ച് കളയുക എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഐ എം നോട്ട് റിജക്റ്റഡ് യു എന്ന് വെച്ചാൽ നിരസിച്ചു കളയാതെ, തള്ളിക്കളയാതെ, ഉപേക്ഷിച്ചു കളയാതെ ഞാൻ നിന്നെ എന്റെ പാത്രമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. तुझे ना टुकरा कर मैंने तुझे चुना हुआ है. ഇത്ര ധന്യകരമായിട്ടുള്ള ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. इतनी बहुत अच्छी और श्रेष्ठ रीति से परमेश्वर ने हमको चुना है. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ കരഞ്ഞു പോകാനിടയായി തീർന്നു. जब मैं वो वचन पढ़ा तो मुझे बड़े आंसू आया. ചില സമയങ്ങളൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ അവിശ്വസ്തത ദൈവത്തോട് കാണിക്കാറുണ്ട്. कुछ एक समय हम परमेश्वर के चरणों में अविश्वास दिखाता है. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും ദൈവം വിശ്വസ്തനായി നമുക്ക് വേണ്ടി കരുണയുടെ കരങ്ങൾ നീട്ടി നമ്മെ കാത്തിരിക്കുകയാണ്. वो अविश्वास का समय पर भी प्रभु हमको ना छोड़ते हुए अपने हाथ में हमको थामा हुआ है. ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് രാത്രിയിൽ. परमेश्वर की वफादारी के लिए मैं प्रभु को धन्यवाद करता हूँ. ഹല്ലേലൂയ. हालेलुया. പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. उसका 10वां वचन में बोल रहा है कि मत डर, मैं तेरे संग हूँ. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ കർത്താവിന്റെ സന്നിധിയിൽ. एक आमीन बोलिए. हालेलुया प्रभु के चरणों में. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. तुम डरो मत, मैं तेरे संग है. അടുത്ത ഭാഗം പറയുന്നു, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. तुम घबराना नहीं, मैं तेरे परमेश्वर हूँ. അടുത്ത ഭാഗം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും. हालेलुया. मैं तुमको हालेलुया ढाढ़स दूंगा करके बोलता है. ഞാൻ നിന്നെ സഹായിക്കും. मैं तुम्हारी सहायता करूंगा करके बोलता है. എന്റെ നീതിയുള്ള വലം കൈയായി ഞാൻ നിന്നെ താങ്ങും. परमेश्वर का धर्म में दाहिने हाथ में प्रभु हमको थामेगा. എത്ര ശ്രേഷ്ഠകരമായ അത്ഭുതകരമായാണ് കർത്താവ് നമ്മെ ആ വാക്യത്തിലൂടെ ഇടപെടുന്നത്. हालेलुया. कितनी भयंकर रीति से परमेश्वर हमारे जीवन में कार्य करता है. ഹല്ലേലൂയ. രണ്ട് കാര്യം മാത്രം അതിൽ നിന്ന് ഓർപ്പിക്കുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. दो बातों को मैं आज परमेश्वर के चरणों में बताना चाहता हूँ. ഒന്ന്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. हालेलुया. वहां बोलता है, मैं तेरे को सामर्थ्य दूंगा. എങ്ങനെയാണ് ദൈവം നമ്മെ ശക്തീകരിക്കുന്നത്? किस तरीके से परमेश्वर हमको सामर्थ्य देता है? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 30-31 വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. यशायाह नबी का 40-ാം അധ്യായം അതിന്റെ 29, 30, 31 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു.
40 अध्याय 29-30 पे ये लिखा है, वह थके हुओं को बल देता है और शक्तिहीन को बहुत सामर्थ्य देता है। तरुण तो थकते और श्रमित हो जाते हैं और जवान ठोकर खाकर गिरते हैं, परंतु जो हैं वे नया बल प्राप्त करते जाएंगे। वे उड़ाओंगी नहीं, वे दौड़ेंगे और श्रमित ना होंगे, चलेंगे और थकित ना होंगे। യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. जो लोग परमेश्वर की बाढ़ जोता है वो सामर्थ्य पाता है। ഇന്ന് രാത്രി നാം ഓരോരുത്തരും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ आज रात को परमेश्वर के चरणों में आया हुआ लोगों, ദൈവം നമ്മെ ഒന്ന് ശക്തീകരിക്കുവാൻ, ഒന്ന് ബലപ്പെടുത്തുവാൻ, നമ്മുടെ മനസ്സിനെ, ശരീരത്തിലെ ആത്മാവിനെ ഒന്ന് ബലപ്പെടുത്തുവാൻ ഒക്കെ വേണം രാത്രി നാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. हमारे मन को, हमारी आत्मा को, हमारी शरीर को एक बार प्रभु की सामर्थ्य से भरने के लिए हम अपने आप को एक बार प्रभु की करो हाथों में सौंपे। ദൈവം നമ്മെ ശക്തീകരിച്ചാൽ നമുക്ക് ഏത് പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയും. अगर प्रभु की सामर्थ्य अगर हमारे जीवन में है तो जीवन की हर एक दुर्घटना अवस्था में, हर एक प्रतिकूल अवस्था में हमको खड़ा होने के लिए हालेलुया सहायता मिलता है। പൗലോസ് ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഈ കഷ്ടതയുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാമോ? हालेलुया पौलुस का जीवन की जो हालेलुया दुख की अवस्था में पौलुस परमेश्वर से पूछे, प्रभु जी ये मेरे जीवन से हटाए। ദൈവം പൗലോസിന്റെ പ്രകാരം പറഞ്ഞു, എന്റെ ശക്തി, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയാകുന്നു. यीशु मसीह ने उनको उत्तर दिया, मेरा सामर्थ्य हालेलुया दुर्बलता में हालेलुया तुमको सामर्थ्य देने वाला है, वही तेरे लिए काफी है। ക്ഷീണിച്ചിരിക്കുമ്പോൾ പകരപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി, जो थके हुए लोगों को हालेलुया मिलने वाला परमेश्वर का सामर्थ्य, ബലഹീനനായിരിക്കുമ്പോൾ പകരപ്പെടുന്ന ദൈവശക്തി, दुर्बलता में जब औरते हैं तब मिलने वाला सामर्थ्य, നമുക്കാരും സഹായമില്ലാത്തപ്പോൾ സഹായ ഹസ്തവുമായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ശക്തി, जब सब लोग आपको जब छोड़ देते हैं तब आपके लिए उतर आने वाला सामर्थ्य, സഹായ ഹസ്തം നീട്ടി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ശക്തി, हालेलुया आपको सहायता को बढ़ाकर आपको हालेलुया बचाने वाला सामर्थ्य, ഈ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു വേണം നമുക്ക് മുൻപോട്ട് നീങ്ങുവാൻ തക്കവണ്ണം. ये सामर्थ्य पाकर हम अपने जीवन को आगे बढ़ाना है। ദൈവിക ശക്തിയാ നാം നിറഞ്ഞു കഴിയുമ്പോൾ, जब हम परमेश्वर की सामर्थ्य से जब हम बढ़ते हैं, ദൈവിക ബലത്താൽ നാം നിറഞ്ഞു കഴിയുമ്പോൾ, हालेलुया जब प्रभु की बल से जब हम भर जाते हैं, നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാൻ തക്കവണ്ണം അത് മതിയായതാണ്, ശക്തിയുള്ളതാണ്. हालेलुया वो परमेश्वर की हालेलुया सामर्थ्य जब हमारे जीवन में होते, हमारी प्रतिकूल अवस्था को सामना करने के लिए वो काफी है। മാനുഷികമായിട്ടുള്ള നമ്മുടെ ശക്തിയേക്കാൾ ഉപരി നമ്മളെ സഹായിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് സ്വർഗീയമായിട്ടുള്ള ശക്തി. हालेलुया मनुष्यों की जो सामर्थ्यों से उससे 100 गुना बड़ा है परमेश्वर का सामर्थ्य। 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. दूसरा कोरिन्थी हालेलुया उसका 4 अध्याय उसका 7वां वचन हम पढ़ेंगे। എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് അവൻ പകർന്നിരിക്കുന്നത്. परंतु हमारे पास ये धन मिट्टी के बर्तनों में रखा है कि यह असीम सामर्थ्य हमारे ओर से नहीं वरन परमेश्वर ही की ओर से ठहरे। പൗലോസ് പറയുന്നു ഇത് അത്യന്ത ശക്തിയാണ്. हालेलुया परमेश्वर का दास पौलुस कहता है ये अजीम सामर्थ्य है। അവൻ എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. निदान परमेश्वर का और उनकी सामर्थ्य पर हालेलुया हम शक्ति पाए। ഇവിടെ ആമേൻ പൗലോസ് പറയുന്നു 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ, ഇത് ഗിഫ്റ്റഡ് ആണ്, ഇതെന്റെ സ്വന്തമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാണ്. हालेलुया हम परमेश्वर के दास पौलुस कहता है ये मेरा हालेलुया प्रभु का दिया हुआ दान है। ये നമുക്ക് സ്വന്തം ശക്തികൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ അത് നമ്മളെ അവൻ ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കുകയാണ്. जब हमारा जीवन में कोई भी कार्य करने के लिए
हालेलुया, हम असहाय हो जाते हैं तो जब प्रभु की सामर्थ्य जब हमारे ऊपर उतरता तो हम हर एक कार्यों को कर सकते हैं। ആമേൻ. ഹല്ലേലൂയ. आमीन। ആമേൻ. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധയെത്തിരിക്കാം. सुसमाचार 14 अध्याय उसका 22 वचन में हम एक बार आएंगे। അവിടെ അവൻ സ്വന്തം ശക്തികൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് സ്വർഗീയ ശക്തി കൊണ്ട് അവൻ കർത്താവ് അവൻ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. जब मनुष्यों की सामर्थ्य से जो नहीं हो सकता वहां प्रभु यीशु मसीह परमेश्वर की सामर्थ्य के द्वारा वो कार्य करता है। അതിന്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങി തുടങ്ങിയാൽ കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. वहां हम देख सकते हैं चेले लोग हालेलुया हवा को तूफान को देखकर जब डर गया तो वो प्रभु हमको बचाओ करके चिल्ला है। യേശുവിനെ കൈനീട്ടി അവനെ പിടിച്ചു, അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു. हालेलुया वहां हम देख सकता है यीशु मसीह अपने हाथ बढ़ाकर हालेलुया पतरोस को पकड़ता है और बोलते हे अल्पविश्वासी तुम क्यों संदिग्ध हो। मैं थोड़ा सा उसके बारे में बताना चाहता हूं। പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ കർത്താവ് അവരെ നിർബന്ധിച്ചു. हालेलुया प्रभु उनको बोलता है हालेलुया आगे दूसरी जगह पर जाओ करके उनको प्रेरणा देता है प्रभु। കർത്താവ് നമ്മളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ടായ. हालेलुया उन्होंने अगर प्रभु यीशु मसीह के द्वारा हमारे अंदर कोई प्रेरणा मिलता है तो उसके पीछे प्रभु वो कार्य पूरा करेगा। അക്കരയ്ക്ക് പോകാൻ കർത്താവാണ് നിർബന്ധിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ കർത്താവിന്റെ കരം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. हालेलुया जब प्रभु हमको कार्य करने के लिए अनुमति देता तो उसकी कार्य पूरा होने तक प्रभु की हाथ हमारे साथ होगा। അക്കരയ്ക്ക് പോകാൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചതിനു ശേഷം യേശു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അവൻ മടങ്ങിപ്പോയി. हालेलुया वहां हम देख सकता है चेले लोगों को दूसरी पार को भेजने के बाद प्रभु जी हालेलुया पहाड़ पर चढ़कर प्रार्थना के लिए अकेला गया। തന്റെ ശിഷ്യന്മാർ സഞ്ചരിച്ചിരിക്കുന്ന പടക് കരവിട്ട് വളരെ നാഴിക വിദൂരത്തായി. ओ उस समय हालेलुया चेले लोगों को जो नाव है हालेलुया झील के बीच में लहरों में डगमगाया गया था। കാറ്റ് പ്രതികൂലമായത് കൊണ്ട് പടക് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞില്ല. हवा का सामने थी इसलिए वो लोग झील को नाव को नियंत्रण नहीं कर पाया। പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും തണ്ട് വലിച്ച് വളരെ അവൻ വലഞ്ഞു. हालेलुया वहां देख सकता है वो लोग नाव को रुकाने के लिए बड़े कोशिश किया। എന്നാൽ അവർ അഭിമുഖീകരിച്ച അതേ പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവ് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നിന്നും പ്രശ്നത്തിന്റെ നെറുകയിലേക്ക് കാൽച്ചുവടുകൾ വെക്കുവാൻ തുടങ്ങി. हम देख सकता है वो लोग जो सामना किया हुआ जीवन की परेशानी के सामने इनकी हालेलुया प्रभु परमेश्वर यीशु मसीह वहां इनके सामने आ रहा है। അവരേത് പ്രതികൂലമാണോ വലച്ചത്, ഏത് പ്രതിസന്ധിയാണോ അവൻ വലച്ചത്, അതേ പ്രതിസന്ധിയുടെ മീതെ അധികാരം പ്രാപിച്ചവനായി കടലിൻ മീതെ നടന്ന കർത്താവ് അവരുടെ അടുക്കലേക്ക് നടന്നു വരികയാണ്. जो परेशानी को लोग सामना किया है, जो तूफान को उन्होंने सामना किया है, जो समुद्र के ऊपर उन्होंने परेशानी को डाला, उसी परेशानी के ऊपर ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ്. एक पल का मतलब है हालेलुया 3 घंटा। 3 യാമം എന്ന് പറഞ്ഞാൽ 9 മണിക്കൂർ അവർ തങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ട് പടകിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു, സാധ്യമായില്ല. 3 पहर का मतलब 9 घंटा वो लोग समुद्र के ऊपर ये जो जहाज को नियंत्रण करने की कोशिश किया, उनसे नहीं हो पाया। 4-ാം യാമത്തിൽ യേശു അവരുടെ അടുക്കലേക്ക് നടന്നു വന്നു. हालेलुया चौथे पहर पर प्रभु जी उस हालेलुया समुद्र के ऊपर അവരോട് പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു എന്ന് പറഞ്ഞു. हालेलुया उन्होंने उनसे बोला डरो मत, मैं हूं बोला।
ഇവിടെ അവർ സ്വന്തം ശക്തികൾ കൊണ്ട് പടകിനെ നിയന്ത്രിക്കുവാൻ ശ്രമിച്ചു, പക്ഷേ സാധ്യമായി തീർന്നില്ല. यहाँ अपनी सामर्थ्य से इन्होंने नाव को नियंत्रण करने की कोशिश किया, लेकिन उनसे नहीं हो पाया. ആമേൻ. പത്രോസ് അവിടെ പറയുന്നു, കർത്താവേ നീയാണെങ്കിൽ ഈ വെള്ളത്തിന്മീതെ നടക്കുവാൻ എനിക്കൊരു അധികാരം തരണമേ. जब वो लोग चलने लगा तो प्रभु ने बोला, हालेलुया, अगर प्रभु जी तुम है तो मुझे एक बार हालेलुया ये नाव समुद्र के ऊपर से चलने के लिए मुझे अनुमति दीजिए. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, मुझे सुनने वाला प्रभु की लोगों, ഇതുവരെ ഭയപ്പെടുത്തിയ ഭീതിപ്പെടുത്തിയ വലച്ച അതേ പ്രതികൂലത്തിന്റെ നടുവിൽ പത്രോസ് അതിന്റെ മീതെ നടന്നു തുടങ്ങുവാനിടയായിത്തീരുന്നു. अभी तक जो पत्रोस और अपने साथियों को परेशान किया हुआ वो तूफान और समुद्र के ऊपर से देखो प्रभु की वचन के സ്വന്തം ശക്തികൾ കൊണ്ട് പത്രോസിനെ ചെയ്യാൻ കഴിയാത്തത് जो अपनी കർത്താവുമായിട്ട് കണക്ട് ആയപ്പോൾ അവൻ പത്രോസിനെ ചെയ്യുവാൻ സാധിക്കുകയാണ്. हालेलुया, वहां हम देख सकते अपनी सामर्थ्य से एक घंटे से वो कार्य नहीं कर सकता था. वो कार्य हालेलुया दो हुआ तो करने जा रहा है. അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പത്രോസ് ഓരോ ചുവടുകൾ വെക്കുവാനിടയായി തീർന്നു. परमेश्वर की यीशु मसीह की मुंह को देखकर पत्रोस एक एक कदम रख रहा है. എന്നാൽ സ്വന്തം ശക്തി കൊണ്ട് അല്പം അവൻ കണ്ണുകൾ കൊണ്ട് കർത്താവിന്റെ അവൻ മുഖത്ത് നിന്ന് മാറ്റി പ്രതികൂലമായി നിൽക്കുന്ന കാറ്റിനെയും കടലിനെയും നോക്കിയപ്പോൾ അവൻ വെള്ളത്തിൽ മുങ്ങി താഴുവാനിടയായി തീർന്നു. जब हालेलुया उन्होंने यीशु मसीह की मुंह से अपनी हालेलुया शक्ल हटाकर दूसरी तरफ जब देखने लगा तो हालेलुया वो पानी के अंदर डूबने लगा. കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന പത്രോസ്, हालेलुया गर्दन तक डूबा हुआ पत्रोस, അവൻ പത്രോസിനെ കൈക്ക് പിടിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പത്രോസെ നീ കഴുത്തറ്റം മുങ്ങിയാണ് നിൽക്കുന്നത്, എന്നാൽ നിന്നെ മുക്കിക്കളഞ്ഞ ഈ പ്രതികൂലത്തെ അതിജീവിച്ചു നിൽക്കുന്ന ഞാനാണ് നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ ഒരു കാലം ഭയപ്പെടേണ്ട ആവശ്യമില്ല. हालेलुया यहाँ पत्रोस को प्रभु कहता है, देखो तुम आज अभी इस समुद्र के अंदर डूब के जा रहा है, लेकिन तुम मेरी सामने है, मेरे हाथ में है, इसलिए कभी ये नदी के अंदर ये समुद्र के अंदर डूबने की जरूरत नहीं पड़ेगा. ഇന്ന് രാത്രിയിൽ പ്രതികൂലത്തെ കണ്ട് പേടിക്കുവാനല്ല, പ്രതിസന്ധികളെ കണ്ട് പേടിക്കുവാനല്ല, അതിനു മീതെ അധികാരം പ്രാപിച്ചവനായി നിൽക്കുന്ന കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി അധികാരത്തോടെ ബലത്തോടെ അവൻ ആത്മീയ നിയമത്തോടെ അവൻ യാത്ര ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യൂ. हालेलुया जीवन की दुख और परेशानी को बात कर देकर डरने के लिए नहीं और डर कर पीछे हटने वाला नहीं, प्रभु यीशु मसीह और अपने आप को समर्पण जीवन को आगे बढ़ाने के लिए मैं आज हालेलुया हालेलुया मैं आपको सामर्थ्य देने वाला परमेश्वर हूँ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു. पहला कोरिन्थी എത്ര 4-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. 4 अध्याय उसका 16 वचन पढ़ेंगे. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. 4:16 ആണോ പറഞ്ഞത്? 4:16. ഏത്? 2 കൊരിന്ത്യർ 4:16. ओके, दूसरा कोरिन्थी 4 का 16 पे लिखा है, देखो इसलिए हम हियाव नहीं छोड़ते, यद्यपि हमारा बाहरी मनुष्यत्व नाश भी होता जाता है, तो भी हमारा भौतिक मनुष्यत्व दिन प्रतिदिन नया होते जाता है. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിക്കുന്നുവെങ്കിലും അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാണ്. हमारा भौतिक मनुष्य हट जाता है, लेकिन हमारी आंतरिक मनुष्यत्व हालेलुया बढ़ते जाता है. ആന്തരിക മനുഷ്യനെ നാം ശക്തീകരിക്കപ്പെടുകയാണ് ഈ ദിവസങ്ങൾ ഓരോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. हालेलुया प्रभु की वचन सुनने से हमारी भीतरी मनुष्यत्व को हम प्रतिदिन नया बनाते जा रहा है. इस दिनों में ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവം, मैं तुमको सामर्थ्य देने वाला परमेश्वर हूँ. രണ്ടാമത്തേത് ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. मैं तुमको सहायता देने वाला परमेश्वर है.
മാനുഷികമായിട്ടുള്ള കരങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്തപ്പെട്ടാൽ ഒരുപക്ഷെ നാം ലജ്ജിതരായി തീരും. दुनिया की मनुष्य की लोगों की ओर अगर हम सहायता के लिए जाएगा तो वो हो सकता है अब जीवन खत्म हो जाएंगे. സങ്കീർത്തനങ്ങൾ 118 8-9 വാക്യങ്ങൾ ഇപ്രകാരം നാം വായിക്കുന്നു. हालेलुया. സങ്കീർത്തനങ്ങൾ 118 8-9 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. भजन संगीता 118 का हालेलुया 8 और 9 वचन में हम इस तरीके से पढ़ते हैं. മനുഷ്യനെ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. यहोवा की शरण लेनी मनुष्य पर भरोसा रखने से उत्तम है. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. यहोवा की शरण लेनी प्रधानों पर भी भरोसा रखने से उत्तम है. ആമേ കർത്താവിന്റെ കരങ്ങളിലാണ് ആമേ നാം ആശ്രയിക്കുന്നതെങ്കിൽ ആമേ നമ്മുടെ ആശ്രയം ഒരിക്കലും കുറഞ്ഞു പോകുകയില്ല. अगर आप प्रभु पर शरण पाता तो आपकी जीवन में कभी कमी घटी नहीं होगा. ഈ ലോകത്തിന്റെ അവസാനത്തെ നാളോളം കൂടെയിരിക്കാമെന്ന് വാക്കു പറഞ്ഞതാണ് നമ്മുടെ അരുമനാഥനായ കർത്താവ്. ये धरती का आखिरी समय तक हमारे जीवन की अंत तक प्रभु हमारे संग रहेगा करके वायदा किया हुआ है हमारा प्रभु परमेश्वर. ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. मैं तुम्हें सहायता करने वाला परमेश्वर है. നമ്മുടെ യോഗ്യതകളോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ സാമർത്ഥ്യമോ ഒന്നും ഓർത്തിട്ടല്ല കർത്താവ് നമ്മെ ആമേ സഹായിക്കുന്നത്. हमारा जीवन का कोई भी बातों को देखकर नहीं प्रभु हमारी मदद करते. ആമേൻ. ദൈവം നമ്മളുടെ അവൈലബിലിറ്റി നോക്കിയാണ് കർത്താവ് നമ്മെ സഹായിക്കുന്നത്. परमेश्वर हमारी लभ्यता को देखकर हमारी मदद करते हैं. ഞാൻ ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. मेरे जीवन का एक गवाही मैं आपके सामने बताना चाहता हूँ. ഞാൻ ആമേൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആമേൻ ഒരു ഫംഗ്ഷന് ചെന്നപ്പോൾ കേട്ട ഒരു സാക്ഷ്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. मैंने हालेलुया मेरे कानों में से सुना हुआ एक गवाही है मैं आपको बताना चाहता हूँ. ഒരു പക്ഷെ നിങ്ങൾക്ക് അത് രസകരമായി തോന്നുമായിരിക്കാം, എങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയത് മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. वो आपको थोड़ा सा उसको हालेलुया सुनने से अजीब सा लगेगा, लेकिन प्रभु की काम आप वहां देख सकते हैं. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ സഹോദരൻ ഒരു ചർച്ചില് ആമേൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്ന സമയം ये जो भाई है एक कलीसिया पे आराधना पर जा रहा था. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. बहुत आर्थिक अवस्था से बहुत कमजोर लोग थे. ആമേൻ. താൻ 10ാം ക്ലാസ് 5 പ്രാവശ്യം എഴുതി തോറ്റുപോയി. 5 बार 10वीं परीक्षा लिखा, हर फेल हो गया. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ് എന്നുള്ളത്. इसकी इतना योग्यताएं हैं बस उसके पास, उससे बढ़कर कुछ नहीं है. 6ാമത്തെ പ്രാവശ്യം എഴുതി അദ്ദേഹം ജയിക്കുവാനിടയായി തീർന്നു. 6वां बार लिखकर वो पास हो गया. തന്റെ സ്വന്തം അടുത്തുള്ള അവൻ വിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു, തന്നെ പരിഹസിക്കുമായിരുന്നു. अपने पड़ोस में एक विश्वासी बंदा था, वो उनकी मजाक उड़ाते थे हमेशा. വരയ്ക്കാനൊക്കെ അറിയാൻ, ഡ്രോയിങ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ജോലി ഒരു സംബന്ധമായി താൻ തെരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. उसको पिक्चर बनाना हालेलुया छायाग्रहण चित्र बनाना आता था, इसलिए उस तरीके से एक जॉब उसको मिला. കെട്ടിടങ്ങളുടെ പ്ലാൻ ഒക്കെ വരച്ച് ആമൻ കൊടുക്കുവാനായിട്ട് പതുക്കെ പതുക്കെ ആരംഭിച്ചു. हालेलुया घरों का जो बिल्डिंग का जो कंस्ट्रक्शन का जो काम है हालेलुया उसका पिक्चर वगैरह बनाकर देना लग गया. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വിശ്വാസിയായിട്ടുള്ള അച്ചായൻ തന്റെ ഭവനത്തിലേക്ക് രാവിലെ കടന്നു വന്നു. एक दिन ये जैसे ये भैया का घर पे वो जो पड़ोसी विश्वासी बंदा आ गया. അന്നത്തെ ന്യൂസ് പേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ തലക്കെട്ട് അദ്ദേഹത്തെ കാണിച്ചിട്ട് പറഞ്ഞു, കുവൈറ്റിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട്, നീ കടന്നു പോകണം. हालेलुया वो पत्र के अंदर से उस दिन का जो अखबार के अंदर से एक एडवर्टाइजमेंट वो यहाँ जॉब का वहाँ आओ इंटरव्यू तुमको विदेश जाने का मौका मिलेगा बोला. എനിക്ക് ഇതിനൊക്കെ തത്തുല്യമായ യോഗ്യതകളൊന്നുമില്ല. हालेलुया उन्होंने बोला मुझे विदेश वगैरह जाने के लिए कोई हालेलुया योग्यताएं नहीं है, मैं इतना पढ़े लिखा नहीं है करके बोला. അച്ചായന്റെ പരിഹാസങ്ങൾക്ക് വിധേയമായി അദ്ദേഹം വളരെ ഹൃദയം നുറുങ്ങുവാനിടയായി തീർന്നു. हालेलुया वो बंदे का बातों को सुनकर उनकी हालेलुया मन के अंदर बहुत बड़ा दुख आया.
ഒരാഴ്ച കഴിയുമ്പോൾ ഇന്റർവ്യൂ ഉണ്ട്. एक हफ्ते के बाद हालेलुया उसका नौकरी के लिए इंटरव्यू है. ആമേൻ. അടുത്ത ദിവസം താൻ ചർച്ചിലേക്ക് ചെന്ന് തന്റെ പാസ്റ്റർ കണ്ടക്ട് ചെയ്തിട്ടൊരു മീറ്റിംഗിൽ താൻ അറ്റൻഡ് ചെയ്തു. हालेलुया उसका दूसरा दिन उन्होंने कलीसिया में जाकर एक मीटिंग में उन्होंने अटेंड किया. ആ മീറ്റിംഗിൽ ആ ദൈവദാസൻ ഇപ്രകാരം പ്രസംഗിച്ചു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. हालेलुया उस मीटिंग में ये परमेश्वर की दास ने कहा, देखो डरो मत, मैं तुम्हारे संग हूँ. हालेलुया तुम चिंता मत करो, मैं तेरे संग चल रहा हूँ. मैं तुमको सामर्थ्य क्योंकि मैं तेरा परमेश्वर हूँ. मैं तुझे दृढ़ करूंगा और तेरी सहायता करूंगा करके उन्होंने प्रचार किया. ആ വചനത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസം അനുസരിച്ച് താൻ ഇന്റർവ്യൂവിന് വേണ്ടി കടന്നുപോയി. वो वचन के मिला हुआ जो प्रेरणा के द्वारा, उस सामर्थ्य के द्वारा वो नौकरी का इंटरव्यू का सामना करने के लिए चला. उस दिन पूरा वो प्रार्थना में बने रहा. താൻ നോക്കുമ്പോൾ ഒരു 10,000-2,000 പേര് ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. वहां वो देखा तो बहुत बड़ा भीड़ लगा हुआ है. वो इंटरव्यू के लिए 2,000 लोग उसमें लगे हुए हैं. 10-12 പേർക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ. 10-12 लोगों को उस नौकरी मिलना है, लेकिन 2,000 से अधिक लोग वहां इकट्ठे हुए हैं. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു: 10ാം ക്ലാസ് 5 പ്രാവശ്യം തോറ്റു, 6ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ചു, അല്പം മാത്രം വിദ്യാഭ്യാസമുള്ള എനിക്ക് എന്ത് ലഭിക്കുവാൻ? उन्होंने ये सोचा 10 क्लास में 6वां बार में पास हुआ तो मुझे क्या योग्यता है नौकरी मिलने के लिए? ये मुझे नहीं मिलने का चांस है. രാവിലെ മുതൽ ഒരു 2 മണി വരെ അദ്ദേഹം ആ ഇന്റർവ്യൂ ഹാളിൽ ഇരുന്നിട്ട് തന്നെ ആരും മൈൻഡ് ചെയ്തില്ല. തന്നെ കളുപരിയായിട്ടുള്ള ബിടെക്കുകാർ എംടെക്കുകാരൊക്കെ ഇന്റർവ്യൂവിന് വന്നു പോകുന്നു, തന്നെ ആരും ഗമനിക്കുന്നില്ല. सुबह से लेकर 2 बजे तक वो इंटरव्यू का जहाँ बैठा रहा. वहां बड़े बड़े पढ़े लिखों को, बीटेक वाला, एमटेक वाला, बड़े बड़े इंजीनियरों को कर रहा है. ये पूछा वहां पढ़े रहा. 2-2:30 ആയപ്പോഴത്തേനും തന്റെ പേര് വിളിക്കുന്നത് താൻ കേട്ടു. താൻ ഇന്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിച്ചു. 2-2:30 बजे वहां अंदर से इसका नाम पुकारा. ये भी इंटरव्यू के लिए अंदर घुस गया. ആ ഇന്റർവ്യൂവിന്റെ അകത്ത് ഹാളിൽ ആ മുറിയിൽ പ്രവേശിച്ചപ്പോൾ അവിടെ 2 അറബിയും 1 മലയാളിയുമാണ് ഉണ്ടായിരുന്നത്. जब इंटरव्यू लेने के लिए ये रूम के अंदर जब घुस गया तो वहां 3 लोग थे. उसमें से एक भारत का व्यक्ति था, 2 व्यक्ति थे. താൻ ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മലയാളി എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. जब जैसे वो इंटरव्यू के लिए अंदर घुस गया तो वो भारत का जो विदेशी बंदा दोनों रह गया. जो भारत की जो बंदा है जो इंटरव्यू लेता है वो कोई काम के लिए बाहर चला गया. ഇപ്പോൾ 2 അറബിയും താൻ മലയാളിയാണ്, താനുമായിട്ട് സംഭാഷണം ആരംഭിച്ചു. हालेलुया. यहाँ देखो अभी दोनों विदेशी लोग हैं और ये लड़का है भारत का. इनका बीच में अभी चर्चा चल रहा है. അറബി ഭാഷയിൽ ഇദ്ദേഹത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഇദ്ദേഹം മലയാള ഭാഷയിൽ അറബിയോട് സംസാരിക്കാൻ തുടങ്ങി. हालेलुया. ये जो विदेशी बंदा अपना भाषा जो अरब भाषा है, हालेलुया, उसी में ये जो बंदा है मलयाली बंदा है, ये मलयाली भाषा में उसको बोलने लगा, वो अरब भाषा में इसको बोलने लगा. दोनों को कुछ समझ में नहीं आने लगा. ഇങ്ങനെ സംഭാഷണങ്ങൾ നീണ്ടുപോയപ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. बहुत देर तक ये दोनों एक मलयालम में बोलते, एक अरब में बोलते. ये दोनों को कुछ समझ में नहीं आया ये लड़का क्या बोल रहा कर. ഒടുവിൽ താൻ ഒരു ശബ്ദം കേട്ടു: വേർ ഇസ് യുവർ സർട്ടിഫിക്കറ്റ്? वहां एक उनकी बातों में से उनको इतना पता चला, तुम्हारा सर्टिफिकेट कहाँ है करके पूछा गया. തോറ്റ സർട്ടിഫിക്കറ്റുകൾ 1, 2, 3, 4, 5 സർട്ടിഫിക്കറ്റുകൾ മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചു. उन्होंने अपनी जितने भी सर्टिफिकेट का कागज है उनके सामने बिछा कर रखा. അദ്ദേഹത്തിന്റെ കയ്യിൽ 7 സർട്ടിഫിക്കറ്റ് ഉണ്ട്. उनके हाथ में 7 सर्टिफिकेट है. അപ്പോൾ അറബി വളരെ ആശ്ചര്യത്തോടുകൂടി ഇവനെ നോക്കിയിട്ട് പറഞ്ഞു: മുമ്പേ വന്നവർക്കൊക്കെ 2-3 ഉള്ളൂ, ഇവന് 7 സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇവനെ സെലക്ട് ചെയ്യണ്ടായിരുന്നു. हालेलुया. पहले जो लोग आया है उनके पास 1-2 सर्टिफिकेट है, इसलिए इनके पास तो 7 सर्टिफिकेट है, इसलिए यही യോഗ്യതകളൊന്നും ഇല്ലെങ്കിലും ദൈവം നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം വലിയൊരു അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. अगर कोई भी योग्यताएं आपके जीवन में हो ना हो, अगर प्रभु आपको चुना है तो जितने भी बड़े लोगों के सामने प्रभु आपको हालेलुया सेलेक्ट करेगा.
അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അതുപോലെയുള്ള അത്ഭുതകരമായ വിടുതലിലേക്ക് കർത്താവ് നിങ്ങളെ നയിക്കുമാറാകട്ടെ. हालेलुया। यहाँ ये कहानी में जो 7 सर्टिफिकेट है, ये 6 बार जो फेल हुआ, हालेलुया, उसी का सर्टिफिकेट है। हालेलुया, 7 बार जो पास हुआ उसी का 7 सर्टिफिकेट, इसीलिए वो हरा हुआ और जीता हुआ 7 सर्टिफिकेट है, जो कोई और सर्टिफिकेट नहीं था। वो अरबी व्यक्ति को पता नहीं था ये क्या सर्टिफिकेट है, क्योंकि उनको समझ में नहीं आता। उन्होंने बोला बाकी सबके पास 1-2 6 कागज 7 कागज है, इसलिए इसी को सेलेक्ट किया। हालेलुया। धरती पर चाहे लोग कितने भी आपको निकम्मा ठहराए, अगर परमेश्वर आपकी जीवन में आपकी योग्यता है कुछ, प्रभु आपकी ओर अगर देखा है तो आपका जीवन में पक्का सफलता प्रभु देगा। हालेलुया, ആമേൻ. ബൈബിൾ നാം ഇപ്രകാരം വായിക്കുന്നു, ജോസഫ് ദർശനം പ്രാപിച്ചവനായിരുന്നു, അവനെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ യോസഫിനോട് കൂടെ ദൈവം ചലിക്കുവാനിടയായി തീർന്നു. बाइबल के अंदर हम यूसुफ के बारे में पढ़ता है। यूसुफ हालेलुया प्रकाश को, हालेलुया दर्शन को देखने वाला था, उनके साथ कोई नहीं दिया, लेकिन उनके साथ परमेश्वर था। സ്വന്തം സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ടവൻ, മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടു, എന്നാൽ തന്റെ ദർശനം തന്നെ ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. हालेलुया। 12 भाइयों के द्वारा, माता पिताओं के द्वारा, जितने भी अपने रिश्तेदारों के द्वारा त्याग किया हुआ बंदा को प्रभु ने ऊंचा किया। 13 വർഷത്തെ നീണ്ട കഷ്ടത താൻ അനുഭവിച്ചെങ്കിലും ദൈവം തന്നെ കൊട്ടാരത്തിലേക്ക് അവൻ തന്റെ ദർശനത്തെ കൊണ്ട് എത്തിക്കുവാനിടയായി തീർന്നു. 13 साल तक वो हालेलुया बहुत कठिनाई की ओर गया, लेकिन आगे देखना बहुत बड़ा महल में, राजा परिवार में प्रभु ने उसको लेकर गया। ദൈവമാണ് നിന്നെ സഹായിക്കുന്നതെങ്കിൽ, ദൈവമാണ് നിന്നെ ശക്തീകരിക്കുന്നതെങ്കിൽ അവൻ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. अगर परमेश्वर तुम्हारे संग है तो वो तुम इधर उधर मत ताको, क्योंकि वो तुम्हारी सहायता करेगा, वो तुम्हारी दृढ़ता करेगा। मैं तुम्हारी सहायता करने वाला धर्ममय परमेश्वर है। हालेलुया, हालेलुया, ആമേൻ, സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. एक और वचन पढ़ेंगे। വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. प्रकाशित वाक्य 4 अध्याय उसका पहला वचन। इन बातों के बाद जो मैंने दृष्टि की तो क्या देखता हूं कि स्वर्ग में एक द्वार खुला है, और जिसको मैंने पहले तुरही के शब्द से अपनी साथ बातें करते सुना था, वही कहता है कि यहाँ ऊपर आ जा और मैं वे बातें तुझे दिखाऊंगा, जिनका इन बातों के बाद पूरा होना अवश्य है। हालेलुया। അനന്തരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. जब मैंने दृष्टि किया तो स्वर्ग में मेरे लिए एक द्वार खुला है। നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിൽ വീതയായതുകൊണ്ട് അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. हमारे लिए खुला हुआ दरवाजा धरती का कोई भी व्यक्ति उसको बंद नहीं कर सकता। ശക്തീകരിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന അവൻ വാതിൽ, അവൻ മീതയായതുകൊണ്ട് ഒരു മാനുഷിക ശക്തികൾക്കോ അവൻ ഒരു പൈശാചിക ശക്തികൾക്കോ അത് അടയ്ക്കുവാൻ കഴിയുന്നതല്ല. हालेलुया। धरती पर परमेश्वर ने आपके लिए खुला हुआ जो दरवाजा है, मानुषिक सामर्थ्य के द्वारा कोई भी उसको बंद नहीं कर सकता। ശ്രദ്ധിച്ചു കേൾക്കുക. പ്രശ്ന സങ്കീർണമായ പ്രതികൂലമായ സാഹചര്യത്തിൽ അവൻ അപ്പോസ്തലനായ യോഹന്നാൻ അവൻ അടയ്ക്കപ്പെട്ടപ്പോൾ അവൻ ആ സന്ദർഭത്തിലാണ് ഭക്തൻ മുകളിലേക്ക് നോക്കുന്നത്. हालेलुया। हम देखता है यूहन्ना प्रेरित जहां प्रतिकूल अवस्था में, कठिनता अवस्था में, हालेलुया, जब हालेलुया पड़ा है, उस जगह पर प्रभु उनके लिए खोला। ചുറ്റും പ്രതികൂലമാണ്, പ്രതിസന്ധികളാണ്. എല്ലാ മധ്യത്തിലും തന്റെ നോട്ടം മുകളിലോട്ടാണ്, ഉയരത്തിലോട്ടാണ്. हालेलुया। चारों ओर बहुत बड़ा प्रतिसंधियां हैं, बड़े परेशानियां हैं, बड़े कठिनाइयां हैं, लेकिन उन्होंने स्वर्ग की ओर अपनी आंखें उठाया। ഇന്നിന്റെ നിലയിൽ നാം നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും പ്രതിസന്ധികളാണ് നാം കാണുന്നത്. आज का दिन में हम देखेगा तो हमारी चारों ओर हालेलुया अलग अलग तरीके का बीमारियों का, परेशानियों का बात हमको दिखाई देता है। യോഹന്നാന് തന്റെ ആമേൻ ആ സങ്കടമൊന്ന് പങ്കുവെക്കുവാൻ ഇവിടെ ആരുമില്ല, ഒറ്റപ്പെട്ട അവസ്ഥ. पत्मोस द्वीप में यूहन्ना को हालेलुया अपनी हालेलुया बात कहने के लिए, अपनी दुख को बताने के लिए कोई भी व्यक्ति नहीं है, वहां है।
എന്നാൽ പത്മോസിന്റെ വിജനതയിൽ സ്വർഗം തുറന്ന ദിവ്യ ദർശനങ്ങളുമായി ദൈവം ഇറങ്ങി വരുവാനിടയായി തീർന്നു. लेकिन वहां हम देख सकता है पत्मोस का जो द्वीप के बीच में स्वर्ग उनके लिए खुल गया. ദൈവത്തിന്റെ സഭയെ നിങ്ങളുടെ ദൂതായിട്ട് ഞാൻ പറയട്ടെ, ഒന്നാമത് ദൈവം നിങ്ങളോട് ഇടപെടുമ്പോൾ മീതെ സ്വർഗത്തിലൊരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നിരിക്കും. हालेलुया है प्रभु के लोगों, जब आप प्रभु में होते हैं, प्रभु के संगति में होते हैं, तब आपके लिए स्वर्ग में एक दरवाजा खुलते हैं. നിങ്ങൾ ഏത് പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ, ഏത് പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നവരായിക്കൊള്ളട്ടെ, പക്ഷെ ദൈവം പറയുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. आप कोई भी जीवन की परेशानी में हो, लेकिन प्रभु आपके लिए एक दरवाजा खोलेगा. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച ജ്ഞാനാദിയിൽ കേട്ട ശബ്ദം എന്നോട്. हालेलुया, वहां हम देख सकता है तुरही भूखने की जैसा आवाज से जो मुझे बात किया हुआ लोग. അതിന്റെ അർത്ഥം എന്താ? ആദിയെങ്കിൽ കേട്ട ശബ്ദം എന്ന് പറയുന്നത് ഇതിനു മുൻപും ദൈവ ശബ്ദം നീ കേട്ടിട്ടുണ്ട്. हालेलुया, आप हमेशा हालेलुया परमेश्वर की आवाज को सुने हुए व्यक्ति है. ദൈവം നിന്നോട് സംസാരിച്ചത് നിന്റെ ആത്മീക കാതുകൾ കൊണ്ട് നീ വ്യക്തമായി കേട്ടിട്ടുള്ളവളാണ്. हालेलुया, परमेश्वर तुमसे जो बात किया हुआ हालेलुया बातों को तू अपनी कानों से सुना हुआ है. ഇന്ന് രാത്രിയിൽ ആ ദൈവശബ്ദം കേൾക്കുവാൻ, ആ ആത്മീയ കാതുകൾ കൂർപ്പിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശം നൽകുകയാണ്. आज अपनी आंखों को कानों को प्रभु की ओर लगाने के लिए प्रभु आपको आज वचन बता रहा है. ആദ്യങ്ങൾ കേട്ട ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്. हालेलुया, मैंने जो सुना हुआ जो बातें थे उसी की जैसे मुझे बोलता है. हालेलुया, इधर ऊपर आ करके कह रहा है. ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തി ജീവിതത്തോട് വ്യക്തമായി സംസാരിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിന്റെ ആ സംസർഗത്തിലേക്ക് നിങ്ങളൊന്ന് അടുത്തു വരിക. यहाँ प्रभु की वचन हमको ये बता रहा है, परमेश्वर की आवाज सुनने के लिए प्रभु चाहता है, लोगों को बुला रहा है. രണ്ടാമത് പറയുന്നു, മേലാൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. वहां ये बोल रहा है, मैं तुम्हें दिखाऊंगा जो आने वाली बातें क्या है. എന്താണ് മേലാൽ സംഭവിക്കാനിരിക്കുന്നത്? क्या है जो आगे होना है. നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്, സഭയിൽ സംഭവിക്കാൻ പോകുന്നത്, സമൂഹത്തിൽ, ദേശത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി ദർശനത്തിലൂടെ നൽകി തരും. हालेलुया, आपके जीवन में क्या होना है और आगे क्या होगा करके प्रभु आपको दिखाना चाहता है. आपकी कलिसिया में, आपकी कुटुंब जीवन में, आपकी व्यक्तिगत जीवन में प्रभु आपसे क्या कहना चाहता है, आपके साथ क्या वार्तालाप करना चाहते हैं, प्रभु आपको बताना चाहते हैं आपकी प्रार्थना बारे में. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട് ആ സ്വർഗീയ ശബ്ദം കേൾക്കുവാൻ, ആ ദിവ്യ ദർശനങ്ങളെ പ്രാപിക്കുവാൻ? आज कितना लोग चाहते हैं, मैं वो बातों को, प्रभु की आवाज को सुनना चाहता हूं, मैं प्रभु को देखना चाहता हूं. സ്വർഗീയ ശബ്ദം കേൾക്കുവാനും ദിവ്യ ദർശനങ്ങളെ കാണുവാനും ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. प्रभु की आवाज को सुनने के लिए, स्वर्गीय दर्शनों को देखने के लिए हम अपने आप को प्रभु के चरणों में समर्पण करें. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. परमेश्वर का वचन कहता है, मैं तुम्हें सहायता करूंगा, मैं तुम्हें सामर्थ्य दूंगा. സഭയോടുള്ള ബന്ധത്തിൽ ഒരു വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന യെശയ്യാ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ. हालेलुया, यशायाह नबी का वचन 40 का 10 और 11 में पढ़ना चाहता हूँ. 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. 9 और 10 वचन में पढ़ना चाहता हूँ. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. ए सियोन की शुभ समाचार सुनाने वाली ऊंचे पहाड़ पर चढ़ जा. ഉയർന്ന പർവ്വതത്തിലേക്ക് നീ കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക. हे यरूशलेम को शुभ समाचार सुनाने वाली बहुत ऊंचे शब्द से सुना. ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട് ഇതാ നിന്റെ ദൈവമെന്ന് പറയുക. मत डर, यहूदा के नगरों से कह, अपनी परमेश्वर को देखो. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തുകയാണ്. देखो, प्रभु यहोवा सामर्थ्य दिखाता हुआ आ रहा है, वो अपने भुजबल से प्रभुता करेगा.
ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. देखो जो मजदूरी देने के है वो उसके पास है और जो बदला देने का है वो उसके हाथ में है. നമ്മുടെ കർത്താവിന്റെ വരവിന്റെ കാലത്ത് നമ്മുടെ കാതുകൾ കേൾക്കാൻ സമയമായി. हमारा प्रभु यीशु मसीह के आगमन के लिए हम अपने आप को बाढ़ जो हैं. ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ തക്കങ്ങൾ പ്രാപിപ്പാനൊക്കെ ആമേൻ ഞാൻ നിൽക്കുന്ന ഒരു സമയമുണ്ട്. हालेलुया. प्रभु के चरणों में हालेलुया प्रतिफल पाने के लिए खड़ा होने का एक समय है. ഈ സഹായിക്കുന്ന ദൈവം, ശക്തീകരിക്കുന്ന ദൈവം നിത്യതയോളം നമ്മെ നടത്തുന്ന ദൈവമാണ്. ये सहाय करने वाला परमेश्वर, जो सामर्थ्य देने वाला परमेश्वर, अनंत काल का जीवन तक आपको चलाने वाला प्रभु है. ആ ദൈവം ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലകൈ കൊണ്ട് നിന്നെ താങ്ങും. ये परमेश्वर आज हमसे बोलता है, तुम डरो मत, इधर उधर मत ताको, मैं तुम्हारी सहायता करूंगा, मैं तुझे सामर्थ्य दूंगा, मेरी दम में आस में मैं रखूंगा. 13 12 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആരുടെയൊക്കെ നടുവിലാണ് ദൈവം നമ്മെ ശക്തീകരിക്കുന്നതും സഹായിക്കുന്നതെന്നും കാണുവാൻ നമുക്ക് കഴിയും. हालेलुया. 11-12 वचन जब हम पढ़ते हैं हम देख सकते हैं किस किस के बीच में प्रभु हमको आदर करता है. സമയ വിസ്താര അവൻ ഭയത്താൽ ഞാൻ ആ ഭാഗത്തെ അവൻ തൊടുന്നില്ല. हालेलुया. समय अधिक होने की वजह से आगे नहीं बढ़ना चाहता हूँ. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് പറയുന്നു 13ാമത്തെ വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ച് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. हालेलुया. प्रभु बोलता है, मैं तुम्हारी दाहिने हाथ को थामा हुआ है, मैं तुम्हारी सहायता करूंगा करके बोलता है. ഇന്ന് രാത്രി ദൈവിക വചനങ്ങൾക്ക് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. आज रात को परमेश्वर की वचन के सामने हम अपने आप को समर्पण करें. ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. प्रभु हमको कहता है, मैं तुम्हें सामर्थ्य देने वाला परमेश्वर हूँ, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. मैं तुम्हारे सहायता करूंगा, ഞാൻ എന്റെ ശബ്ദം നിന്നെ കേൾപ്പിക്കുന്ന ദൈവമാണ്. मैं तेरी आवाज को तेरे को सुनाऊंगा, എന്റെ ദർശനങ്ങളെ വെളിപ്പാടുകളെ കൈമാറാൻ ഞാൻ ഒരുക്കമാണ്. मैं अपनी प्रकाश को अपनी दर्शन को तुमको देना चाहता हूँ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. आज रात को प्रभु के वचन के सामने हम अपने आप को समर्पण करें. യഹോവയായ ദൈവം തന്റെ കൈക്ക് പിടിച്ച് വലം കൈക്ക് പിടിച്ച് നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. प्रभु हमको आज ये कहता है, हालेलुया, मैं तुम्हारी हाथ पकड़कर तुमको कहता हूँ, तो डरो मत. ഈ വചനങ്ങളാലും ആലോചനകളാലും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ये वचनों द्वारा प्रभु हमको सहायता करे, प्रभु आशीष करे. हालेलुया. അവസരത്തെ ഒരുക്കി തന്ന കർത്താവിന്റെ ദാസോടും സഭയും കേട്ട നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. अवसर दिया कलीसिया को धन्यवाद करता हूँ, लोगों को धन्यवाद करता हूँ. हालेलुया. मैं अपने वचनों को समर्पित. താങ്ക് യു പാസ്റ്റർ. ഞങ്ങളുടെ മധ്യത്തിൽ വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പറഞ്ഞതിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് കൂടുതലായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. നിങ്ങളുടെ മിനിസ്ട്രിയെയും നിങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. प्रभु का दास के लिए अभी ओम प्रकाश पास्टर जी प्रार्थना करें.